ഹലോ ഓൺലൈൻ അപ്പം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായ മിഡീവൽ ഇന്ത്യ ദ സെൻറ്റർ ഓഫ് പവർ, മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ. ടെക്സ്റ്റിലെ ആദ്യത്തെ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഒരു നദിയെക്കുറിച്ചാണ്, അതുപോലെ യമുന നദിയെക്കുറിച്ചാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വിച്ച് ഈസ് ദ ലോങ്ങസ്റ്റ് റിവർ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? ഗംഗ. നെയിം ഓഫ് ദി ട്രിബ്യൂട്ടറീസ് ഓഫ് ഗംഗ, ഗംഗയുടെ പോഷക നദിയുടെ പേരണ അതാണ് യമുന എന്ന് പറയുന്നത്. വിച്ച് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് സിറ്റി ഓൺ യമുനാസ് വേ? യമുന ഒഴുകുന്ന സ്ഥലത്ത് ഒരു പ്രധാനപ്പെട്ട നഗരം ഏതാണ്? ഡൽഹി. വിച്ച് ആർ ദ ഹിസ്റ്റോറിക്കൽ മോണ്യൂമെന്റ്സ് ഇൻ ഡൽഹി? ഏതൊക്കെയാണ്? കുത്തബ് മീനാറുണ്ട്, അയൺ പില്ലർ, ജുമാ മസ്ജിദ്, ദ റെഡ് ഫോർട്ട്, ദ ഇന്ത്യൻ ഗേറ്റ്. ഡൽഹിയിലുള്ള പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങൾ ഏതൊക്കെയാണ്? കുത്തബ് മീനാർ, മെഹ്റോലി, ഇരുമ്പ് സ്തംഭം, ജുമാ മസ്ജിദ്, ചെങ്കോട്ട, ഇന്ത്യ ഗേറ്റ്. നിരവധി ചരിത്ര സ്മാരകങ്ങളുണ്ട് ഇവിടെ. നിരവധി രാജ്യങ്ങളുടെ വളർച്ചയ്ക്കും തകർച്ചയ്ക്കും സാക്ഷിയായ ഒരു നഗരമാണ് ഡൽഹി. Medieval period. The period between CE 8th century and 18th century is generally known as medieval period of the Indian history. മധ്യകാലഘട്ടം. CE 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം ഇന്ത്യൻ ചരിത്രത്തിൽ മധ്യകാലഘട്ടം എന്ന് അറിയപ്പെടുന്നു. Across the topography of Delhi. ഡൽഹിയുടെ ഭൂമിശാസ്ത്രത്തിലൂടെ. ഇപ്പോൾ ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. മാപ്പ് ഒബ്സർവ് ചെയ്യുക. ഡൽഹിയിലെ എന്തൊക്കെ ചുറ്റപ്പെട്ടതാണ്? ഇൻഡോ ഗംഗാറ്റിക് പ്ലെയിൻ, സിന്ധു ഗംഗാ സമതലം, യമുന നദി, ആരവല്ലി മൗണ്ടൻ റേഞ്ചസ്. അപ്പോൾ ഇതൊക്കെ ഭൂമിശാസ്ത്രപരമായി ഡൽഹിയെ ഒരുപാട് സഹായിക്കുന്നുണ്ട്, ഈ പ്രത്യേകതകളൊക്കെ. ഡൽഹി ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഇൻഡോ ഗംഗാറ്റിക് പ്ലെയിൻ. ദ ഫെർട്ടിലിറ്റി ഓഫ് ദ റീജിയൻ ഹാസ് ബീൻ ഫേവറബിൾ ഫോർ അഗ്രികൾച്ചർ പ്രോസസ്. സിന്ധു ഗംഗാ സമതലത്തിലാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്ത് ഫലഭൂയിഷ്ഠമായ കാർഷിക പുരോഗതിക്ക് സഹായകമായി. ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് മാർക്ക്ഡ് ഓൺ ദി മാപ്പ്. ദീസ് മൗണ്ടൻസ് റേഞ്ചസ് ഹെൽപ്പ് ഡൽഹി ടു റെസിസ്റ്റ് ദ ഇൻവേഷൻസ് ഓഫ് എനിമീസ്. ആരവല്ലി പർവ്വതനിരകൾ ശത്രുക്കളുടെ ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ ഡൽഹിയെ സഹായിച്ചു. ദ മാസീവ് റോക്ക് ഓഫ് ദീസ് മൗണ്ടൻ റേഞ്ച് സപ്ലൈഡ് ദ സ്റ്റോൺ ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ഫോർട്ട് ആൻഡ് ബിൽഡിംഗ്സ്. The river Yamuna facilitated water transportation and ensured enough water supply for Delhi. It was these geographical features that attracted the rulers of Delhi. ആരവല്ലി പർവ്വതനിരകളിലെ പാറക്കെട്ടുകളിൽ നിന്നാണ് കോട്ടകളുടെയും കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിനാവശ്യമായ കല്ലുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു. യമുന നദി ജലഗതാഗതത്തെ സഹായിച്ചതിനൊപ്പം ഡൽഹിക്ക് ആവശ്യമായ ജലം ഉറപ്പുവരുത്തി. ഈ ഭൂമിശാസ്ത്ര പ്രത്യേകതകളാണ് ഭരണാധികാരികൾ ഡൽഹിയിലേക്ക് ആനയിച്ചത്. താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നുണ്ട്. വാട്ട് വെയർ ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ദ മോട്ടിവേറ്റേഴ്സ് റൂളേഴ്സ് ദ ഓപ്റ്റ് ഡൽഹി ആസ് എ സെന്റർ ഓഫ് ദി പവർ? ഡൽഹി അധികാര കേന്ദ്രമാക്കി തിരഞ്ഞെടുക്കാൻ ഭരണാധികാരികളെ പ്രേരിപ്പിച്ച ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ഏതെല്ലാമായിരുന്നു? അതാണ് ഇപ്പോൾ നമ്മൾ കുറച്ചു മുമ്പ് ചർച്ച ചെയ്തത്. ഡൽഹി ആസ് എ സീറ്റ് ഓഫ് പവർ. ഡൽഹി അധികാര കേന്ദ്രം. അപ്പോൾ ഡൽഹി ഭരിച്ചത് രാജാക്കന്മാരും രാജവംശങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റത്തെ ആരാണ് ഭരിച്ചത്? ഇറ്റ് വാസ് അണ്ടർ ദ ടോമർ കിങ്സ് ഹു വെയർ രജപുട്സ്. ദ ഡൽഹി ഫസ്റ്റ് ടു ബിക്കം എ സീറ്റ് ഓഫ് പവർ ഇൻ CE 8th century. ബാക്ക് ഡൽഹി ദെൻ വാസ് നോൺ ആസ് ദില്ലിക. CE 8ാം നൂറ്റാണ്ടിൽ രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തൊമര രാജാക്കന്മാരുടെ കാലത്താണ് ഡൽഹി ആദ്യമായി ഒരു അധികാര കേന്ദ്രമാകുന്നത്. അക്കാലത്ത് ഡൽഹി എന്നാണ് ദില്ലിക എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പൃഥ്വിരാജ് ചൗഹാന് ശേഷം, അത് ചൗഹാൻ ഡൈനസ്റ്റിക്ക് ശേഷം, മുഹമ്മദ് ഓഫ് ഗോർ ഡിഫീറ്റഡ് ദ പൃഥ്വിരാജ് ചൗഹാൻ ആൻഡ് എസ്റ്റാബ്ലിഷ് ഹിസ് ഡോമിനേഷൻ ഓഫ് ഓവർ ഡൽഹി. Qutbuddin Aibak was commander-in-chief after the death of the Muhammad of Ghor. Qutbuddin established his rule in CE 1006 with Delhi as a seat of power. The dynasty is known as Maluk dynasty, അല്ലെ സ്ലേവ് ഡൈനസ്റ്റി. തൊമര രാജാക്കന്മാരെ തുടർന്ന് ചൗഹാന്മാരെത്തി. ചൗഹാന്മാർക്ക് ശേഷം ആരെത്തി? പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഗോറിലെ, അതായത് ഇന്നത്തെ അഫ്ഗാനിസ്ഥാനത്തെ മുഹമ്മദ് ഡൽഹിയിൽ ആധിപത്യം ഉറപ്പിച്ചു. അദ്ദേഹത്തിന്റെ സേനാ നായകനായിരുന്ന ഖുത്ബുദ്ദീൻ ഐബക് ഗോറിലെ. അപ്പോൾ ഈ മുഹമ്മദിന്റെ മരണശേഷം അദ്ദേഹം ഡൽഹിയിൽ ഒരു ഭരണം കൊണ്ടുവരികയും 1206 ഡൽഹി കേന്ദ്രമാക്കി ഭരണം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ രാജവംശം മാലുക് രാജവംശം, അതായത് അടിമ വംശം എന്ന് അറിയപ്പെടുന്നു. ഇതിനു ശേഷം 4 രാജവംശങ്ങൾ ഡൽഹി ഭരിച്ചിരുന്നു. CE 1206 മുതൽ 1526 വരെ ഡൽഹി ഭരിച്ചിരുന്നവരെ എന്ന് വിളിക്കാം?
സുൽത്താൻസ് ആൻഡ് ദ പീരീഡ് ഓഫ് റീജിയൻ ഈസ് നോൺ ആസ് സൽത്തനത്ത് പീരീഡ്. 1206 മുതൽ 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയവർ സുൽത്താൻമാർ എന്നും ഈ കാലഘട്ടം എന്ത് സൽത്തനത്ത് കാലമെന്നും അറിയപ്പെട്ടു. ഡൽഹി ഭരിച്ചിരുന്ന രാജവംശങ്ങളുടെ ഒരു ലിസ്റ്റ് ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ടേബിൾ ഫില്ല് ചെയ്യാം. അതിനുള്ള ഡൈനേസ്റ്റീസ് ഓഫ് ദി സൽത്തനത്ത് പീരീഡ്, മേജർ റൂളേഴ്സ്. ആദ്യത്തെ മാലുക് ഡൈനേസ്റ്റി, അവിടുത്തെ ആരായിരുന്നു? ഖുത്ബുദ്ദീൻ ഐബക്ക്, ഇൽത്തുമിഷ്, ബാൽബൻ. രണ്ടാമത്തെ മാലുക് വംശത്തിൻ്റെ ആരാണ്? ഖുത്ബുദ്ദീൻ ഐബക്ക്, ഇൽത്തുമിഷ്, ബാൽബൻ. അവരെ അടിമ വംശം എന്ന് അറിയപ്പെടുന്നു. രണ്ടാമത് വരുന്ന ഖൽജി വംശം, ഖൽജി ഡൈനേസ്റ്റി, അലാവുദ്ദീൻ ഖൽജി. മൂന്നാമത്തെ തുഗ്ലക് ഡൈനേസ്റ്റി, തുഗ്ലക് വംശത്തിൽ ആരൊക്കെയാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്. മൂന്നാമത്തെ സയ്യദ് ഡൈനേസ്റ്റി, അതിൻ്റെ അകത്ത് വരുന്നത് ഗിസിർ ഖാൻ, സയ്യദ് വംശത്തിലെ ഗിസിർ ഖാൻ. രണ്ടാമത്തെ ലോധി ഡൈനേസ്റ്റി, അത് ഇബ്രാഹിം ലോധി, ലോധി വംശം ഇബ്രാഹിം ലോധി. ലെറ്റ് us discuss the expansion of power of Delhi Sultans to other part of the Indian subcontinent. ഡൽഹി സുൽത്താൻമാരുടെ ഭരണം ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഖുത്ബുദ്ദീൻ ഐബക്കിന് ശേഷം അധികാരത്തിലെത്തിയത് ഇൽത്തുമിഷ് ആയിരുന്നു. അദ്ദേഹം മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങൾ കൂടി കീഴടക്കി. ഹി ഇൻട്രൊഡ്യൂസ്ഡ് യൂണിഫോം മോണിറ്ററി സിസ്റ്റം ഇൻ ദ റെജിംസ് അണ്ടർ ഹിസ് കൺട്രോൾ. തങ്ക ആൻഡ് ജിന്താൽ വെയർ ദ ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് കോയിൻ. അദ്ദേഹം ഏകീകൃത ഒരു നാണയ വ്യവസ്ഥ നടപ്പാക്കുന്നതിന് വേണ്ടി തങ്ക, ജിതൽ എന്നിവയായിരുന്നു നാണയങ്ങൾ. നെക്സ്റ്റ് സുൽത്താനിയ റസിയ. ഡൽഹി സൽത്തനത്തിലെ ഏക വനിതാ ഭരണാധികാരിയായിരുന്നു സുൽത്താനിയ റസിയ. ഇൽത്തുമിഷിന്റെ മകളായിരുന്ന റസിയ ചില പ്രഭുക്കന്മാർക്കെതിരായതോടെ സുൽത്താന റസിയ അധികാരം നഷ്ടപ്പെട്ടു. ബാൽബൻ വാസ് ദ മേജർ റൂളർ ഹൂ റോസ് ടു പവർ ആഫ്റ്റർ റെജിം ഓഫ് ഇൽത്തുമിഷ്. ഇൽത്തുമിഷിന് ശേഷം അധികാരത്തിലെത്തിയ പ്രധാന ഭരണാധികാരിയായിരുന്നു ബാൽബൻ. ദ എക്സ്പാൻഷൻ ഓഫ് സൽത്തനത്ത്, സൽത്തനത്തിന്റെ വ്യാപനം. The Khalji dynasty succeeded the Maluk dynasty. Alauddin Khalji was the most prominent among the Khalji rulers. It was during his regime that the south and west regions of India came under the Delhi Sultanate. Gujarat was the first region that came under his control. മാലുക് വംശത്തെ തുടർന്ന് അധികാരത്തിലെത്തിയത് ഖൽജി വംശമായിരുന്നു. ഖൽജി വംശത്തിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖൽജി. അദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലുമുള്ള പ്രദേശങ്ങൾ ഡൽഹി സുൽത്താൻമാരുടെ ഭരണത്തിന് കീഴിലായത്. ഗുജറാത്ത് ആയിരുന്നു ആദ്യം അദ്ദേഹത്തിൻ്റെ അധീനതയിൽ ആയത്. വാട്ട് ആർ ദ ജോഗ്രഫിക്കൽ പെക്യുലാരിറ്റീസ് ഓഫ് ഗുജറാത്ത്? യു ക്യാൻ ഫൈൻഡ് ദ ലോങ് കോസ്റ്റ് ലൈൻ ഈസ് ദ പെക്യുലർ ഫീച്ചേഴ്സ് ഓഫ് ഗുജറാത്ത്. ഗുജറാത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഗുജറാത്തിൽ സമുദ്രതീരം വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിരവധി തുറമുഖങ്ങൾ ഗുജറാത്തിലുണ്ട്. വിത്ത് ദ conquest of Gujarat, these seaport came under the control of Alauddin Khalji. He could import horse from the Iraq through these ports. The strengthened his military power and the regions the southern and western India. ഗുജറാത്ത് കീഴടക്കിയതോടെ തുറമുഖങ്ങൾ അലാവുദ്ദീൻ ഖിൽജിയുടെ നിയന്ത്രണത്തിലായി. ഇറാഖിൽ നിന്ന് ഈ തുറമുഖങ്ങൾ വഴി മികച്ച ഇനം കുതിരകളെ ഇറക്കുമതി ചെയ്യാൻ കഴിഞ്ഞു. ഇത് അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ ശക്തപ്പെടുത്തി. ഈ സൈന്യത്തിൻ്റെ സഹായത്തോടെ തെക്കേ ഇന്ത്യയിലെയും പടിഞ്ഞാറേ ഇന്ത്യയിലുമുള്ള പ്രദേശങ്ങൾ അലാവുദ്ദീൻ ഖൽജി തന്റെ നിയന്ത്രണത്തിലാക്കി. The Khalji dynasty was succeeded by Tughlaq dynasty. Muhammad bin Tughlaq was an important ruler of Tughlaq dynasty. To rule more efficiently, he shifted capital from Delhi to Devagiri and renamed as Daulatabad. ഖൽജി വംശത്തെ തുടർന്ന് തുഗ്ലക് വംശം അധികാരത്തിലെത്തുകയും അതിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്. ഭരണം കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടി അദ്ദേഹം തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് മാറ്റുകയും ദേവഗിരിക്ക് അതിനുശേഷം ദൗലത്താബാദ് എന്ന പേര് നൽകുകയും ചെയ്തു. ദൗലത്താബാദ് വാസ് സിറ്റുവേറ്റഡ് ഓൾമോസ്റ്റ് അറ്റ് ദ സെന്റർ ഓഫ് ദി എക്സ്പാൻഡഡ് സ്റ്റേറ്റ്. മുഹമ്മദ് ബിൻ തുഗ്ലക് തോട്ട് ദാറ്റ് all the regions could be controlled efficiently by shifting the capital from Delhi to Daulatabad. ദൗലത്താബാദ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഒരു വിപുലീകരിക്കപ്പെട്ട രാജ്യത്തിന്റെ ഏകദേശം മധ്യഭാഗത്തായിരുന്നു. തലസ്ഥാനം ദൗലത്താബാദിലേക്ക് മാറ്റുക വഴി എല്ലാ പ്രദേശങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കരുതി. എന്നാൽ തലസ്ഥാനം മാറ്റൽ ഫലപ്രദമല്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഈ തീരുമാനം പിൻവലിച്ചു. തുഗ്ലക് വംശത്തിനു ശേഷം അധികാരത്തിലെത്തിയതിന് സയ്യദ് വംശത്തിലെയും ലോധി വംശത്തിലെയും ഭരണാധികാരികൾ ദുർബലരായിരുന്നു.
തുഗ്ലക് വംശത്തിനു ശേഷം സൽത്തനത്ത് ഭരണം ക്ഷയിക്കാൻ തുടങ്ങി. ഡൽഹി അണ്ടർ ദ മുഗൾ റൂൾ. ഡൽഹി മുഗൾ ഭരണത്തിൽ. 26 April 1526, the armies of Sultanate ruler Ibrahim Lodi and Barbar the rule of Kabul in Panipat near Delhi. Since the army of the Barbar made as fast cannon and gunpowder, they could easily defeat the army of Ibrahim Lodi. Babur entered the Sultanate region and established a new rule known as Mughal rule with Delhi as a capital. 1526 ഏപ്രിൽ 26 ഡൽഹിക്ക് അടുത്തുള്ള എവിടെയാണ് പാനിപ്പട്ടിൽ കാബൂളിലെ ഭരണാധികാരി ബാബറുടെയും സൽത്തനത്ത് ഭരണാധികാരി ഇബ്രാഹിം ലോധിയുടെയും സൈന്യങ്ങൾ ഏറ്റുമുട്ടി. ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ബാബർ ഡൽഹി പിടിച്ചെടുത്തു. പീരങ്കിയും വെടിമരും ഉപയോഗിച്ചാണ് ബാബറുടെ സൈന്യത്തെ ഇബ്രാഹിം ലോധിയുടെ സൈന്യത്തെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ സാധിച്ചു. സൽത്തനത്ത് ഭരണം അവസാനിപ്പിച്ച് ഡൽഹി കേന്ദ്രമാക്കി ബാബർ തുടക്കം കുറിച്ച ഭരണം മുഗൾ ഭരണമെന്ന് അറിയപ്പെടുന്നു. Let us see the names of major Mughal rulers with the help of flowchart given below. താഴെ തന്നിരിക്കുന്ന ഫ്ലോചാർട്ടിന്റെ സഹായത്തോടെ പ്രധാനപ്പെട്ട മുഗൾ ഭരണാധികാരിയെ പരിചയപ്പെടുക. ബാബർ 1526 മുതൽ 1530 വരെ. ബാബറിന് ശേഷം ഹുമയൂൺ 1530 മുതൽ 1540 വരെയും ശേഷം 1555 മുതൽ 1556 വരെയും. അതിനുശേഷം വന്നത് അക്ബർ 1556 മുതൽ 1605 വരെ. അതിനുശേഷം ജഹാംഗീർ 1605 മുതൽ 1627 വരെ. അതിനുശേഷം ഷാജഹാൻ 1627 മുതൽ 1658. അതിനുശേഷം ഔറംഗസീബ് 1658 മുതൽ 1707 വരെ. The Mughal rule established by Babur was later extended. Akbar played an important role in the expansion of the Mughal Empire. He formed a huge army. To maintain it, he adopted special system known as Mansamdari. Under this system, every officer was liable to maintain specific number of soldiers. Rajman Singh, Raj Toarmal, Birbal, Raj Jai Singh, etc. were prominent Rajput who held important officer during the Mughal period. ബാബർ തുടക്കം കുറിച്ച മുഗൾ ഭരണം പിന്നീട് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. മുഗൾ സാമ്രാജ്യം വിസ്തൃതമാകുന്നതിൽ അക്ബർ പ്രധാന പങ്കുവഹിച്ചു. അദ്ദേഹത്തിന് വലിയൊരു സൈന്യത്തെ രൂപീകരിച്ചു. ഇതിനുവേണ്ടി വ്യത്യസ്തമായ രീതികൾ സ്വീകരിച്ചു. മാൻസംദാരി സമ്പ്രദായം എന്നാണ് ഇതറിയപ്പെടുന്നത്. ഈ സമ്പ്രദായത്തിൽ ഓരോ ഉദ്യോഗസ്ഥനും തങ്ങളുടെ കീഴിൽ ഒരു നിശ്ചിത എണ്ണം സൈനികരെ നിലനിർത്താൻ ബാധ്യസ്ഥരായിരുന്നു. രാജ്മാൻ സിംഗ്, രാജ തോഡർമാൻ, ബീർബൽ, രാജ ജയ്സിംഗ് തുടങ്ങിയവർ മുഗൾ ഭരണത്തിൽ പ്രധാന പദവികൾ വഹിച്ച രജപുത്രന്മാരായിരുന്നു. The Mughal Empire expanded the most during the regime of Aurangzeb. He ruled for 50 years through the empire began to decline after Aurangzeb's lasted until 1857. മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതി പ്രാപിച്ചത് ഔറംഗസീബിന്റെ കാലത്തായിരുന്നു. 50 വർഷക്കാലം അദ്ദേഹം ഭരണം നടത്തി. ഔറംഗസീബിന് ശേഷം മുഗൾ സാമ്രാജ്യം ദുർബലമാവുകയും എങ്കിലും 1857 വരെ ആ രാജവംശം നിലനിന്നു. അക്ബർ നാമയും ഐൻ അക്ബരിയും. അക്ബറുടെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന അബുൽ ഫസൽ എഴുതിയ ചരിത്രകൃതിയാണ് അക്ബർ നാമ. ഈ പുസ്തകത്തിന് 3 ഭാഗങ്ങളുണ്ട്. ആദ്യ ഭാഗം അക്ബറുടെ മുൻഗാമികളെയും, രണ്ടാം ഭാഗം അക്ബറുടെ ഭരണകാലത്തെയും, മൂന്നാം ഭാഗം അക്ബറുടെ ഭരണ സംവിധാനത്തെയും പ്രതിപാദിക്കുന്നു. മൂന്നാമത്തെ ഭാഗം ഐൻ അക്ബരി എന്ന് അറിയപ്പെടുന്നു. സെന്റർ ഓഫ് പവർ ഇൻ സൗത്തേൺ ആൻഡ് വെസ്റ്റേൺ ഇന്ത്യ. ദക്ഷിണേന്ത്യയിലെയും പശ്ചിമേന്ത്യയിലെയും അധികാര കേന്ദ്രങ്ങൾ. അപ്പൊ ഡൽഹി ഒരു അധികാര കേന്ദ്രമാണ് എന്നും അതിന്റെ വളർച്ചയെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിനുശേഷം ദക്ഷിണേന്ത്യയിലും പശ്ചിമേന്ത്യയിലും നിലനിരുന്ന മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ചോള രാജ്യം, വിജയനഗരം, ബഹ്മി ഇവ ദക്ഷിണേന്ത്യയിലെയും മറാത്ത പശ്ചിമേന്ത്യയിലെയും പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ്. നമ്മളിപ്പോ പറഞ്ഞ പശ്ചിമേഷ്യയിലെയും ദക്ഷിണേന്ത്യയിലെയും പ്രധാനപ്പെട്ട രാജ്യങ്ങളെ കുറിച്ച് വിശദമായി നോക്കാം. അത് ചോള കിങ്ഡം, ചോള രാജ്യം. The Chola dynasty became powerful by CE 19th century. Rajaraja Chola and Rajendra Chola were the prominent Chola rulers. The Chola had powerful navy. The influence of Chola was extended even countries like Malaysia and Indonesia island. അപ്പം CE ഒരു 9ാം നൂറ്റാണ്ടോടെയാണ് ചോള രാജവംശം പ്രബലമായത്. രാജരാജ ചോളനും രാജേന്ദ്ര ചോളനുമായിരുന്നു പ്രധാന ചോള ഭരണാധികാരികൾ. ശക്തമായ നാവിക സേന ചോള ഭരണന്മാർക്കുണ്ടായിരുന്നു. ഇവരുടെ സ്വാധീനം മലേഷ്യ, ഇന്തോനേഷ്യ ദ്വീപുകളിലേക്ക് വ്യാപിച്ചു. ഈ ഭൂപടം കൊടുത്തിട്ടുണ്ട്, ഒരു മാപ്പ് 1.7. അപ്പൊ അത് നോക്കി ഇന്ത്യക്ക് പുറത്ത് ചോളന്മാരുടെ സ്വാധീനം വ്യാപിച്ച രാജ്യങ്ങൾ കണ്ടെത്തുക. വിളിക്കണം, ഇന്ത്യ അല്ലാതെ ശ്രീലങ്ക, മലേഷ്യ, ഇന്തോനേഷ്യൻ ദ്വീപുകൾ,
Vijayanagara kingdom was established by Hariharan and Bukka in CE 14th century. Krishnadevaraya was the major ruler of the Vijayanagara. CE 14-ാം നൂറ്റാണ്ട് നിലവിൽ വന്ന വിജയനഗര രാജ്യത്തിന്റെ സ്ഥാപകൻ ഹരിഹരൻ, ബുക്കൻ എന്നിവരായിരുന്നു. കൃഷ്ണദേവരായരായിരുന്നു വിജയനഗര രാജ്യത്തിന്റെ പ്രധാന ഭരണാധികാരി. ഈ വിജയനഗരത്തിന്റെ പ്രധാന പ്രത്യേകതകൾ എന്ന് പറയുന്നത് വിജയനഗരം എന്ന് പറയുന്നത് ധാരാളം തുറമുഖങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഫലഭൂയിഷ്ഠവും പതിവായി കൃഷി ഇറക്കുന്നവയുമായിരുന്നു. സൈന്യത്തിന്റെ ബലം എന്ന് പറയുന്നത് 11 ലക്ഷം വരും. ബഹ്മിനി രാജ്യം. അലാവുദ്ദീൻ ഹസൻ ബഹ്മൻ ഷാ was the founder of the Bahmani kingdom. The Raichur region located between the Tungabhadra and Krishna rivers was fertile. It was known as the rice bowl of South India. The ruler of Bahmani and Vijayanagara frequently engaged to wars again control over the Raichur region. ബഹ്മൻ ഷായായിരുന്നു ബഹ്മിനി രാജ്യത്തിന്റെ സ്ഥാപകൻ. കൃഷ്ണ, തുംഗഭദ്ര നദികളുടെ ഇടയിൽ കിടക്കുന്ന റൈച്ചൂർ എന്ന പ്രദേശം ഫലഭൂയിഷ്ഠമായിരുന്നു. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ പ്രദേശത്ത് ആധിപത്യം നേടാൻ വിജയനഗര ഭരണാധികാരികളും ബഹ്മിനി രാജാക്കാരും നിരന്തരം യുദ്ധങ്ങൾ നടത്തിയിരുന്നു. മാർത്ത കിങ്ഡം, മാർത്ത രാജ്യം. It was in 17th century the Marthas became the prominent power. The geographical features of the region helped the growth of the Marthas. The Vindhya Satpura mountain ranges and the Narmada Tapti rivers separated the Martha region from the nearby regions. These geographical features offered natural protection to it. The Marathi language and the literature illustrated sense of unity among Marathans. And Shivaji was the major ruler of the Marathi kingdom. He adopted a title Chhatrapati. Marathis a strong army and navy. It helped them to major political power. Pune was the capital of the Marathi kingdom. CE 17-ാം നൂറ്റാണ്ടിലാണ് മറാത്തകൾ പ്രബലമായ ശക്തിയായി മാറിയത്. ഭൂമിശാസ്ത്രമായ സവിശേഷതകൾ മറാത്തകളുടെ വളർച്ചയ്ക്ക് ഏറെ സ്വാധീനിച്ചു. വിദ്യാ സാത്പുര പർവ്വതനിരകളും നർമ്മദ താപ്തി നദികളും മറാത്ത എന്ന പ്രദേശത്തെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് വേർതിരിച്ചു. ഇത് മറാത്ത എന്ന പ്രദേശത്തിന് പ്രകൃതിദത്തമായ സംരക്ഷണം നൽകി. മറാത്തി ഭാഷയും സാഹിത്യവും ജനങ്ങളിൽ ഐക്യബോധം വളർത്തി. മറാത്ത രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി ശിവജി ആയിരുന്നു. ഛത്രപതി എന്ന സ്ഥാനപ്പേർ അദ്ദേഹം സ്വീകരിച്ചു. ശക്തമായ നാവികസേനയും കരസേനയും മറാത്ത രാജ്യത്തിന്റെ പ്രത്യേകതയായിരുന്നു. പ്രബലമായ രാഷ്ട്രീയ ശക്തിയായി മാറാൻ ഇത് അവരെ സഹായിച്ചു. മറാത്ത രാജ്യത്തിന്റെ ആസ്ഥാനം പൂനെ ആയിരുന്നു.